ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഫുൾ കോഴിയായിട്ടാണ് വന്നിരിക്കുന്നത്. കോഴിയുടെ മൂട്ടിൽ എന്തൊക്കെയാണ് തൂങ്ങി കളിക്കണ്ടായിരുന്നു. ഞാൻ അമ്മി അത് പറഞ്ഞ് കളിയാക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ അതേപോലെ ഒരു ഫുൾ കോഴീനെ ഇതേപോലെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ അതുവരെ ഇങ്ങനെ വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഒരു പൂതി. എടീ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറില്ലേ കോഴീനെ കുക്കറിലിട്ട് വേവിക്കും, നമുക്കൊരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്യണം കുറേ പറയുന്നു. അപ്പം അങ്ങനെ അച്ഛന് ഒരു നല്ലൊരു കോഴീനെ വാങ്ങിയിട്ട് വന്നതായിരുന്നു. പിന്നെ അത് നേരെ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. പിന്നെ ഈ കണ്ട ഈ മസാലകൾ, വലിയുള്ളി, അതേപോലെ തക്കാളി, പുതിനയില, മല്ലിയില, കറിവേപ്പില, ഇതൊക്കെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, അങ്ങനെ എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ അതേപോലെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തുള്ള പേസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് അരച്ച് വെച്ച പേസ്റ്റും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കുറച്ച് തൈരും അതേപോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. മിക്സ് ആക്കാനൊക്കെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു അതിലും വലിയ രസം. എൻ്റെ കൈയൊക്കെ നീറിപ്പോകഞ്ഞ് തീറ്റ കഴിഞ്ഞിട്ട് പോലും ആ നീറ്റിലും പോച്ചിലും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ അറഞ്ചം പുറഞ്ചം വരിഞ്ഞ് വെച്ച ചിക്കനിലേക്ക് നമ്മൾ ഈ മസാലകളെല്ലാം തേച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മുടെ ഈ ചിക്കനെ അതിലേക്ക് നേരെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 വിസിലടിച്ചിട്ടാണ് എടുത്തത്. വേണമെങ്കിൽ നമുക്കൊരു 3 വിസിൽ എടുക്കാം, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ 2 വിസിലടിച്ചപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വെന്ത ചിക്കനെ ഞങ്ങൾ ഒരു ഉരുളിയൊക്കെ ഇട്ടു. അതിൽ തന്നെ ഓയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ മസാലയിലും ഗ്രേവിയിലും കിടന്ന് നല്ല കുറച്ച് നേരം കുറുകി വരട്ടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് മസാല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ഷവായയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെയായിട്ട് തോന്നി. കിങ്ങിണിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്താ അമ്മ അത് എന്താണെന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊരു ലെഗ് പീസ് അവൾക്ക് തന്നെ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും ഒരു ലെഗ് പീസ് എടുത്തു. അപ്പോൾ ഒരു ഷവായയുടെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു കഴിക്കണേ. അമ്മി അച്ഛൻ എല്ലാവരും ആദ്യമായിട്ട് കഴിക്കണേ. ഞങ്ങളിതിന് പിന്നെ ബ്രെഡും ചോറും കൂടെ ആയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തായിരുന്നു. അപ്പോൾ അത്രയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്.